ശേഷം 1:8-9 വാക്യം. അവൻ കോരിന്റെ ക്രമപ്രകാരം ദേവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് നൽകി തന്ന തിരുവചസ്സിനായി നന്ദി പറയും. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ വെളിപ്പാടിനെ ഞങ്ങൾക്ക് തരണം. വചനത്തിലൂടെ, ദൈവാത്മാവിലൂടെ, അവിടുത്തെ കൃപാവരങ്ങളിലൂടെ ശുശ്രൂഷയെ ദൈവമഹത്വമാക്കി കർത്താവ് തീർക്കണം. ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന മാനുഷിക പൈശാചിക മേഖലകൾ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന് അതെല്ലാം കീഴടങ്ങി ദൂതന്മാരുടെ കാവൽ കൽപ്പിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തോടും ദൈവാലോചനകളോടും ദൈവീക ഇടപെടലുകളോടും ഏകീഭവിക്കാൻ ഇരിക്കുന്ന ജനത്തിന്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഒരുക്കി തുടങ്ങാൻ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽ വാഴ്ത്തപ്പെടട്ടെ. ഈ ആരാധന ലീഡ് ചെയ്ത പ്രിയ സഹോദരൻ, കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചില മാസങ്ങൾക്ക് ശേഷമായി അടിയന്റെ സഹോദരനും ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരു അവസരം ഒരുക്കി. നാളെ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൃപയാൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഒരവസരം കൂടെ ദൈവം ദാനമായി തന്നല്ലോ. അതോർത്തും നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മുഖപുര പറഞ്ഞൊന്നും സമയത്തെ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രാർത്ഥനയോടെ എല്ലാ പ്രിയപ്പെട്ടവരും ആയിരിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവെഴുത്തിന്റെ ഭാഗമാണ് ഇന്ന് പകൽ വായിക്കുവാനിടയായി തീർന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ അധ്യായമാണ്, സുപരിചിതമായ വാക്യമാണ്. അതിൻ്റെ അകത്തു നിന്ന് ചില ആശയങ്ങൾ മുൻപോട്ട് വെച്ച് നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ലൂക്കോസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട എഴുത്തുകാരൻ, ദൈവമനുഷ്യൻ, കർത്താവായ യേശു ക്രിസ്തുവിന് എല്ലാ മഹത്വവും അവിടുത്തെ നാമത്തിന് എത്തിച്ചേരണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ എഴുതിയ സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളായിരുന്നു, കർത്താവിനെല്ലാം മഹത്വം എത്തണം. കർത്താവിന്റെ ജനനം മുതൽ തന്റെ പുനരുത്ഥാനം വരെ ആരും അതിനെ സംശയിക്കരുത്. ചരിത്രപരമായി തന്നെ അതിനെ തെളിയിച്ച് താൻ രേഖപ്പെടുത്തുവാനിടയായിത്തീർന്നു. വളരെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവമുള്ള മനുഷ്യനായിരിക്കുകയാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ചും നിരീക്ഷിച്ചും മനസ്സിലാക്കിയുമായിട്ടാണ് താൻ ഇത് എഴുതിയത്. സ്തോത്രം. കൂടുതൽ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം എന്ന് പറയുന്നത് യോഹന്നാന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ജനനത്തിന്റെ വിവരണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതറിയാം. അവിടെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അങ്ങനെ തുടങ്ങുന്നത്. ഒന്ന് വായിച്ചേ. ശ്രീമാനായ തെയോഫിലോസേ, ശ്രീമാനായ തെയോഫിലോസേ, ഒരു വ്യക്തിക്ക് എഴുതുന്ന നിലയിലാണ് ലൂക്കോസ് അവിടെ എഴുതി തുടങ്ങുന്നത്.
അല്ലേ? സ്തോത്രം. ശ്രീമാനായ തെയോഫിലോസ് എന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹം ഒരു പദവിയിൽ ഇരിക്കുന്ന മനുഷ്യനാണ്. സ്തോത്രം. ചരിത്രകാരന്മാര് പറയുന്നത് റോമൻ ഉദ്യോഗസ്ഥനായിട്ട് പദവി അലങ്കരിച്ച ഒരു വ്യക്തിയാണ് തെയോഫിലോസ് എന്നാണ്. സ്തോത്രം. ആ കാലത്ത് ഈ പുസ്തകത്തിന്റെ പകർപ്പുകളൊക്കെ എഴുതാനും കൂടുതൽ പകർപ്പുകൾ ഉണ്ടാക്കാനൊക്കെ വലിയ തുക ആവശ്യമായി വരും. ആ സമയത്തൊക്കെ ലൂക്കോസിനെ സഹായമായി തെയോഫിലോസ് മാറിയെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ തെയോഫിലോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം സ്നേഹിക്കുന്നവൻ എന്നാണ്. ദൈവം സ്നേഹിക്കുന്നവൻ. സ്തോത്രം. തെയോഫിലോസ് എന്ന് പറഞ്ഞ് ലൂക്കോസ് ഈ സുവിശേഷം മുൻപോട്ട് വെക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, താൻ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന മനുഷ്യനാകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവും വ്യക്തമായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവും കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ ആ സമയത്ത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച്, ജനനത്തെ കുറിച്ചും, ശുശ്രൂഷകളെ കുറിച്ചും, മരണത്തെ കുറിച്ചും, പുനരുത്ഥാനത്തെ കുറിച്ചൊക്കെ ഹല്ലേലൂയ മറ്റ് 8 കഥകൾ ഉണ്ടാക്കിയ ഒരനുഭവം ആ കാലഘട്ടത്തുണ്ടായിരുന്നു. സ്തോത്രം. അപ്പൊ അദ്ദേഹം ഒരു ഉയർന്ന പദവിയിൽ നിൽക്കുന്ന മനുഷ്യനാകൊണ്ട് തന്നെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കാതുകളിലും കേട്ട് കാണും. സ്തോത്രം. അപ്പൊ ശ്രീമാനായ തെയോഫിലോസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇത് ലൂക്കോസ് എഴുതുമ്പോൾ ഒന്നാമത് അദ്ദേഹം എഴുതുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ കുറിച്ച് തെയോഫിലോസ് ആയിരിക്കുന്ന അങ്ങ് കേട്ടിരിക്കുന്ന കാര്യങ്ങൾ കെട്ടുകഥയല്ല. സ്തോത്രം. മനസ്സിലായോ? ഹല്ലേലൂയ. അത് ഒരു കെട്ടുകഥ അല്ല, അത് സത്യമാണെന്ന് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതിന് ഹല്ലേലൂയ. സ്തോത്രം. താൻ അറിഞ്ഞതും താൻ വിശ്വസിക്കുന്നതും താൻ മനസ്സിലാക്കിയിരിക്കുന്നതുമാകുന്ന കാര്യം ഒരു കെട്ടുകഥയല്ല. അതിൻ്റെ അകത്ത് പരമാർത്ഥതയുണ്ട്, അതിൻ്റെ അകത്ത് സത്യമുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യം വരുത്തുകയാണ് താൻ ഈ എഴുത്തിലൂടെ മുൻപോട്ട് വെക്കുന്നത്. സ്തോത്രം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ. സ്തോത്രം. താൻ അറിഞ്ഞ ആ സത്യത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, ഇത് ഹല്ലേലൂയ നിങ്ങൾ കേട്ടതുപോലെ അല്ലെങ്കിൽ ചില അസത്യമാകുന്ന കഥകൾ, കെട്ടുകഥകൾ, അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ ഒക്കെ വെളിപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ അറിഞ്ഞ ആ പരമാർത്ഥമായ സത്യത്തിൽ ഉറച്ചു നിൽക്കണം. അതാണ് സത്യം. നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കണം. പലരും പലതും പറഞ്ഞു കൊണ്ടുവരും, എന്നാൽ അതിലൊന്നും നിങ്ങൾ വഴങ്ങിപ്പോകരുത്, വീണു പോകരുത്. നിങ്ങൾ പഠിച്ചതും നിങ്ങൾ അറിഞ്ഞതുമാകുന്ന സത്യം, അതിനെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സുവിശേഷം കൂടാണ് ലൂക്കോസിന്റെ സുവിശേഷം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ശ്രീമാനായ തെയോഫിലോസ് എന്ന് പറഞ്ഞ് എഴുതിയത് ചുമ്മാ അവിടെ എഴുതി വെച്ചതല്ല, അതിന്റെ പുറകിൽ ഈ ഒരു ആശയം കിടപ്പുണ്ട്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം അറിഞ്ഞ ആ സത്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കണം. അദ്ദേഹം അറിഞ്ഞ ആ സത്യം ബോധ്യമാണ്. അത് വെറുതെയല്ല തെളിയിച്ചത്, ചരിത്രം എടുത്തു നിർത്തിക്കൊണ്ട്, ചരിത്രം മുൻപിൽ നിർത്തിക്കൊണ്ട് ലൂക്കോസ് അത് തെളിയിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ശ്രീമാനായ തെയോഫിലോസ് എന്ന് എഴുതി തുടങ്ങിയത്. സ്തോത്രം. അത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഈ വചനം ഒരു പഠനം പോലെയാണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. കാരണം കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ അകത്ത് പഠിക്കണം. പഠിച്ചതിന് ശേഷം ദൈവം തന്ന ദൂത് ഞാൻ അവസാനം കൈമാറുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു സ്റ്റഡി പോലെ, ഒരു പഠനം പോലെ ഇന്ന് പകലത്തെ ശുശ്രൂഷ മുൻപോട്ട് പോകുന്നതായിരിക്കും. വായിക്കാം വായിച്ച വാക്യം. അവൻ കോരിന്റെ ക്രമപ്രകാരം മതി. അവൻ
കൂറിന്റെ ക്രമപ്രകാരം. സ്തോത്രം. അപ്പൊ ഓരോ ഭാഗങ്ങളെ പഠിച്ചു പോകാം. സ്തോത്രം. നമ്മുടെ മെയിൻ വിഷയം ധൂപം കാട്ടുന്ന അനുഭവമാണ്. അതിനെ കുറിച്ചാണ് ഞാൻ ഇച്ചിരൂടെ ആഴമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ഹല്ലേലൂയ, ഇതൊരു പഠനം പോലെ ശുശ്രൂഷ ഞാൻ കൊണ്ടുപോകുന്നത് കൊണ്ട് ആ നിലയിൽ എല്ലാം ഒന്ന് അറിഞ്ഞിരുന്നു പോകാം. കൂറ്. ഹല്ലേലൂയ. എന്താണ് കൂറെന്ന് പറയുന്നത്? പഴയ നിയമകാലത്ത് നമുക്കറിയാം, കർത്താവായ സർവശക്തനാകുന്ന ദൈവം ഹല്ലേലൂയ തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, എവിടെ? ആലയത്തിൽ, സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ഒരു ഗോത്രമായിരുന്നു അഹരോന്റെ ഗോത്രം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അതറിയാം. സ്തോത്രം. ഹല്ലേലൂയ. പുരോഹിതന്മാർ അഹരോന്റെ ഗോത്രത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ഒരുപാട് ഹല്ലേലൂയ വംശത്തിൽ നിന്ന് പുരോഹിതന്മാരുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ഒരുപാട് പേര് എണ്ണത്തിൽ പെരുകുവാനിടയായി തീർന്നു. എണ്ണത്തിൽ എന്ത് ചെയ്തു? പെരുകി. എണ്ണത്തിൽ പെരുകിയപ്പോൾ എല്ലാ സമയത്തും ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ പുരോഹിതന്മാർക്ക് സമയം കൃത്യമായി നിയോഗിച്ച് ഏൽപ്പിക്കാൻ കഴിയാതെ വന്നു. കാരണം പുരോഹിതന്മാരുടെ എണ്ണം ഇന്നത്തെ പോലെ അങ്ങോട്ട് നോക്കിയാൽ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. പുരോഹിതന്മാർക്കൊന്നും ഒരു കുറവും ഇല്ല, അല്ലെ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പുരോഹിതന്മാരുടെ എണ്ണം കൂടിയപ്പോൾ ദൈവാലയ ശുശ്രൂഷ എല്ലാവരെയും ഏൽപ്പിക്കാൻ സമയം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണം ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ ദാവീദ് രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഹല്ലേലൂയ ഈ പുരോഹിതന്മാരുടെ എണ്ണം കൂടിയപ്പോൾ അതിനെ 24 ഗ്രൂപ്പുകളാക്കി ദാവീദ് തിരിച്ചു. സ്തോത്രം. 24 കൂട്ടമാക്കി ദാവീദ് എന്ത് ചെയ്തു? പുരോഹിതന്മാരെ 24 കൂട്ടങ്ങളാക്കി തിരിച്ചു. ഈ 24 കൂട്ടങ്ങളാക്കി തിരിച്ചതിനെയാണ് കൂർ എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ നീ എന്നോട് കൂറ് കാണിച്ചില്ലല്ലോ, ആ കൂറല്ലേ. സ്തോത്രം. മനസ്സിലായോ? അത് അറിയണം. അതിനുവേണ്ടി ഈ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ച് ചുമ്മാ വായിച്ചിട്ട് പോയാൽ പോരല്ലോ. അപ്പം പുരോഹിതന്മാരുടെ എണ്ണം കൂടിയപ്പോൾ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷ കൃത്യമായി സമയാസമയം എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ സാഹചര്യം വന്നപ്പോൾ ദാവീദ് രാജാവിന്റെ കാലത്ത് ദൈവാലയത്തിലെ ശുശ്രൂഷ എല്ലാ പുരോഹിതന്മാരും ചെയ്യേണ്ടതിന്, എല്ലാ പുരോഹിതന്മാർക്കും അവസരം ലഭിക്കപ്പെടേണ്ടതിന് ഹല്ലേലൂയ ആ വലിയ കൂട്ടത്തിനെ 24 ഹല്ലേലൂയ ഗ്രൂപ്പുകളാക്കി, 24 ഹല്ലേലൂയ സ്തോത്രം കൂട്ടങ്ങളാക്കി ദാവീദ് തിരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ തിരിച്ച 24 കൂട്ടത്തെ പറയുന്നതാണ് കൂറ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ 8ാമത്തെ കൂറായിരിക്കുന്ന അബിയാക്കൂറിൽ പെട്ടവനായിരുന്നു സക്കരിയാവ്. മനസ്സിലായോ? ഹല്ലേലൂയ. ദിനവൃത്താന്ത പുസ്തകത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എപ്പോഴേലും വായിച്ചാൽ മതി, സമയമില്ല. ഹല്ലേലൂയ. അപ്പം 8ാമത്തെ കൂറായ അബിയാക്കൂറിലാണ് സക്കരിയാവ് ഹല്ലേലൂയ ഉണ്ടായിരുന്നത്. സ്തോത്രം. വർഷത്തിൽ 2 തവണ ഹല്ലേലൂയ സ്തോത്രം ഓരോ കൂറിലുള്ള പുരോഹിതന്മാർ ഓരോ ആഴ്ച വീതം ദൈവാലയത്തിലെ ശുശ്രൂഷ ചെയ്യണം. കേൾക്കുന്നുണ്ടോ? വർഷത്തിൽ ഒരു കൂറിന് 24 ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന അതിൽ ഒരു കൂറ്, 8ാമത്തെ കൂറിലാണ് സക്കരിയാവ് എന്ന് പറയുന്ന പുരോഹിതനുള്ളത്. അപ്പോ ഇവർ വർഷത്തിൽ 2 പ്രാവശ്യം ദൈവാലയത്തിലെ ശുശ്രൂഷ ചെയ്യും. സ്തോത്രം. വർഷത്തിൽ 2 പ്രാവശ്യം. അത് നമ്മുടെ കലണ്ടർ അല്ല, നമ്മുടെ കലണ്ടർ വെച്ചല്ല. സ്തോത്ര. ഹല്ലേലൂയ. യഹൂദന്മാരുടെ കലണ്ടർ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? വചനം എഴുതിയിരിക്കുന്നത്. കേട്ടോ? സ്തോത്രം. അല്ലെങ്കിൽ ഇത് പഠിക്കേണ്ടത്. സ്തോത്രം. അപ്പൊ വർഷത്തിൽ 2 പ്രാവശ്യം എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കപ്പെടുന്ന കൂറിലുള്ള പുരോഹിതന്മാര് ദൈവാലയത്തിലെ ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. സ്തോത്രം. ശനി മുതൽ അടുത്ത ശനി വരെ. ഹല്ലേലൂയ. അങ്ങനെയാണ് ഹല്ലേലൂയ സ്തോത്ര യഹൂദന്മാരുടെ ആഴ്ച പോകുന്നത്. ശനി മുതൽ അടുത്ത ശനി വരെ അവർ ദൈവാലയത്തിൽ താമസിച്ച്, വീട്ടിൽ പോലും പോകാൻ അനുവാദമില്ല. ദൈവാലയത്തിൽ താമസിച്ച്
ഹല്ലേലൂയ, സ്തോത്രം. അവരെന്ത് ചെയ്യണം? ആ ദൈവാലയത്തിലെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് ചെയ്തിരിക്കണം. സ്തോത്രം. ഒരു കൂറിൽ 100 കണക്കിന് പുരോഹിതന്മാരുണ്ടെന്നാണ് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ 100 കണക്കിന്, ഒരു കൂറിൽ തന്നെ 100 കണക്കിന് പുരോഹിതന്മാരുള്ളപ്പോൾ എങ്ങനെയാണ് അവരെ കൃത്യമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത് നറുക്കിടും. സ്തോത്രം. എങ്ങനെയാ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവാലയത്തിലെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നറുക്കിടും. സ്തോത്രം. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടവനെ ഇങ്ങോട്ട് കയറ്റുകയല്ല. ഇന്നത്തെ പരിപാടിയല്ല, ഇന്നത്തെ സിസ്റ്റം അല്ല. ഇന്നത്തെ സിസ്റ്റം അല്ല. സ്തോത്രം. അന്നെന്ന് വെച്ചാൽ എന്ത് ചെയ്യാണ്? നറുക്കിട്ടാണ് എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുക്കുന്നത്. ഒരു കൂറിൽ ദൈവാലയത്തിലെ ശുശ്രൂഷ ചെയ്യാൻ നറുക്കിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. അതേപോലെ ധൂപം കാട്ടാൻ ഒരു പുരോഹിതനെ വേർതിരിക്കുന്നത് നറുക്കിട്ടാണ്. സ്തോത്രം. അവിടെ പാരമ്പര്യത്തിന് സ്ഥാനമില്ല, അവിടെ ഉയർച്ച താഴ്ചകൾക്ക് സ്ഥാനമില്ല. സ്തോത്രം. അതേപോലെ ഒരാൾക്ക് ധൂപം കാട്ടാൻ നറുക്ക് വീണാൽ പിന്നീട് വരുന്ന നറുക്കെടുപ്പിൽ അവന്റെ പേരെഴുതത്തില്ല. അത് ലഭിക്കപ്പെടാത്തവന്റെ പേര് എഴുതത്തുള്ളൂ. കാരണം അവന് അവസരം കിട്ടണം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ ഇന്ന് കാണിക്കുന്ന കസാരകളിയൊന്നുമല്ല. അന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാന പ്രകാരം പഠിച്ചു വരുമ്പോൾ ഹല്ലേലൂയ, നറുക്കിട്ടും ചീട്ടിട്ടും ഒക്കെയാണ് എന്ത് ചെയ്തത്? എടുത്തിരിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിച്ചു വേർതിരിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പഴയ നിയമം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ദൈവാലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യാൻ പുരോഹിതന്മാർ, ഒരു കൂറിലെ 100-ലധികം പുരോഹിതന്മാർ നിലനിൽക്കുമ്പോൾ ദൈവാലയത്തിലെ ഓരോ ശുശ്രൂഷകൾ ചെയ്യാൻ നറുക്കിട്ട് എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കും. സ്തോത്രം. ധൂപം കാട്ടാനും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സ്തോത്രം. അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ ഓരോ ദിവസത്തെയും ജോലിയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ദൈവാലയത്തിൽ ഓരോ ദിവസത്തെ, കാരണം ഒരാഴ്ചയുടെ ജോലി, ദൈവാലയത്തിലെ ജോലി ചെയ്യാൻ ഇവരെ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. ദൈവാലയത്തിലെ ജോലി ചെയ്യാൻ ഇവരെ തെരഞ്ഞെടുക്കുമ്പോൾ മറ്റുള്ള ഒരു കാര്യത്തിനും ഏർപ്പെടാൻ പാടില്ല. സ്വന്തം കുടുംബത്തിൽ പോലും പോകാൻ അനുവാദമില്ലായിരുന്നു. സ്തോത്രം. അല്ലാതെ ദൈവം ഒരു സ്ഥാനത്താക്കിയിട്ട് തോന്നുന്ന വഴിക്കെല്ലാം പോകാം, അങ്ങനൊന്നും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇത് കേൾക്കുമ്പോ പാസുമാർക്ക് ഉള്ളതാണത് അല്ല, നിങ്ങൾക്കും ഉള്ളതായിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ദൈവമക്കൾ പറയാറുണ്ട്, ഞങ്ങളും മഹാപുരോഹിത വർഗത്തിൽ വർഗം പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ, അത് കാണിക്കണം. സ്തോത്രം. എല്ലാരും ഇതിനകത്ത് എന്നെ ശ്രദ്ധിച്ചിരുന്നു, എല്ലാരും ഇതിനകത്ത് ഒരുപോലെ ഉത്തരവാദിത്തമുള്ളവരാ. ആ നിലയിൽ വേണം ഇത് കേൾക്കാൻ. സ്തോത്രം. പഴയ നിയമത്തിൽ പ്രത്യേക പുരോഹിതന്മാരുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മളെല്ലാം മഹാപുരോഹിത വർഗത്തിൽപ്പെട്ടവരാ. മനസ്സിലായോ? ഓടി ഞാനിപ്പോ പോകുന്നില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, ഇവരെ തെരഞ്ഞെടുത്തു ദൈവാലയത്തിലെ വിറക് വെട്ടാൻ. അതുപോലെ മൃഗങ്ങളെ ബലിയർപ്പിക്കാൻ, അറക്കുവാൻ. സ്തോത്രം. വിളക്ക് തെളിയിക്കാൻ, ധൂപം കാട്ടാൻ, അങ്ങനെ ഓരോ ദൈവാലയത്തിലെ ശുശ്രൂഷ ചെയ്യാനും നറുക്കിട്ടെടുത്തു. സ്തോത്രം. അങ്ങനെ നറുക്കിട്ടെടുക്കുന്ന സമയത്ത് അടിയില്ലായിരുന്നു, ഇടിയില്ലായിരുന്നു, മത്സരവും ഇല്ലായിരുന്നു, ഒന്നുമില്ല. ഒരു പ്രാവശ്യം മത്സരിച്ചു, അറിയാലോ.
ഉടനെ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ആ വടിയെല്ലാം കൂടെ വെക്കാൻ പറഞ്ഞു. വടിയെല്ലാം കൂടെ കൊണ്ട് എന്ത് ചെയ്തു? വെച്ചു. പിറ്റേ ദിവസം വന്നപ്പോ ഒരുവന്റെ വടി, നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ്. അപ്പൊ മത്സരിച്ചപ്പോ ദൈവം അത് തെളിയിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. സ്തോത്രം. അപ്പൊ ദൈവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് നറുക്കെടുപ്പിൽ, അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ നറുക്കിട്ടെടുക്കുമ്പോൾ ബാക്കി ആ കൂറിലുള്ള പുരോഹിതന്മാർക്ക് അസൂയയില്ല, മത്സരമില്ല, കോപമില്ല, ക്രോധമില്ല. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അടുത്ത പ്രാവശ്യം കർത്താവേ എനിക്ക് അവസരം അങ്ങ് തരണമേ. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇതുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത പോലെ ഇരിക്കരുത്. കേൾക്കുന്നുണ്ടോ? ദൈവാലയത്തിലെ ശുശ്രൂഷയെ കുറിച്ച് ഞാൻ പറയുന്നത്. ആ താഴോട്ട് കേൾക്കുമ്പോ ശരിയാവും. സ്തോത്രം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇതിനെയാണ് കൂറെന്ന് വിശേഷിപ്പിക്കുന്നത്. സ്തോത്രം. കൂറിന്റെ പ്രകാരം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹല്ലേലൂയ. പുരോഹിതന്മാരെ 24 ഹല്ലേലൂയ സ്തോത്രം ഗ്രൂപ്പുകളായി മാറ്റി ദൈവാലയത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ ദാവീദ് രാജാവ് വേർതിരിച്ച കൂട്ടത്തെയാണ് കൂറെന്ന് പറയുന്നത്. അവര് വെറുതെയല്ല ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ. വർഷത്തിൽ 2 പ്രാവശ്യം ഒരു കൂറിന്റെ ശുശ്രൂഷയുണ്ട്. ആഴ്ചയിൽ ഹല്ലേലൂയ 7 ദിവസം അവര് അവിടെ ശുശ്രൂഷ ചെയ്യണം. കുടുംബത്തിൽ പോലും പോകാൻ അനുവാദമില്ല. ഹല്ലേലൂയ സ്തോത്രം. അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവാലയത്തിന്റെ അകത്ത് അവര് ചെയ്യണം. ആ ശുശ്രൂഷയിലേക്ക് അവരെ കയറ്റുന്നത് നറുക്കിട്ടാണ്. ഇതിനെയാണ് കൂറിന്റെ പ്രകാരം എന്നെഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അടുത്ത ഭാഗം ഒന്ന് വായിച്ചു. ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം. അടുത്ത ഒരു പഠിക്കേണ്ട കാര്യമാണ് പൗരോഹിത്യ മര്യാദ. എന്താണ്? ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, കൂറിന്റെ പ്രകാരം. രണ്ടാമത്തെ കാര്യമാണ് പൗരോഹിത്യ മര്യാദ. പൗരോഹിത്യ അല്ലെ പുരോഹിത ശുശ്രൂഷയ്ക്ക് എന്തുണ്ട്? മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് സംസാരിച്ചോണം. ആ മര്യാദയല്ല, ഒരു ഓർഡർ ഉണ്ട്, ഒരു വ്യവസ്ഥ ഉണ്ട്. അതാണ് അതിന്റെ കാര്യം കേട്ടോ. തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. അല്ലാതെ നമ്മുടെ മര്യാദയല്ല, ആ മര്യാദയല്ല. പൗരോഹിത്യ മര്യാദ എന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്ക് ദൈവം ഒരു വ്യവസ്ഥ കൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു ആ ശുശ്രൂഷ ധൂപം കാട്ടുന്ന ശുശ്രൂഷയിലേക്ക് കയറുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊരു വ്യവസ്ഥ കൊടുത്തിട്ടുണ്ട്. അതാണ് പൗരോഹിത്യ മര്യാദ എന്ന് പറയുന്നത്. സ്തോത്രം. അതിൽ ഒന്നാമത്തെ കാര്യം, താമരത്തൊട്ടിലെ വെള്ളത്തിൽ, ദൈവാലയത്തിലെ താമരത്തൊട്ടിലെ വെള്ളത്തിൽ കൈയും കാലുകളും പൂർണ്ണമായി കഴുകി ശുദ്ധീകരിക്കണം. ഞാൻ വെളിപ്പാടിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതിന്റെ ആത്മീയാർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. ദൂതിലേക്ക് വരുമ്പോൾ ആത്മീയാർത്ഥം മനസ്സിലാവും. ദൈവാലയത്തിലെ താമരത്തൊട്ടിയിലെ വെള്ളം അതുപയോഗിച്ച് കയ്യും കാലും, അല്ലാതെ അപ്പുറത്തെ തോട്ടിൽ പോയി കഴുകിയിട്ടൊന്നും കഥയില്ല. അതാണ് ഈ പൗരോഹിത്യ മര്യാദ എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാ പോകുന്ന വഴിക്ക്, ഇപ്പൊ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന വഴിക്ക് കനാലി ഇറങ്ങി കഴുകാമെന്ന് വിചാരിച്ച നടക്കുന്ന കാര്യമല്ല. വ്യവസ്ഥയുണ്ട്. അതിനൊക്കെ ഒത്തിരി ആത്മീയാർത്ഥമുണ്ട്. അതൊന്നും പ്രസംഗിച്ച തീരത്തില്ല, 1 മണിയായാലും തീരത്തില്ല. എങ്കിലും ഞാൻ അവസാന ദൂതിലേക്ക് വരുമ്പോൾ ഓർമ്മപ്പെടും. ഫുള്ള് വിശദീകരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പൊ ദൈവാലയത്തിലെ താമരത്തൊട്ടിയിലെ വെള്ളത്തിൽ എന്ത് ചെയ്യണം? കയ്യും കാലും കഴുകണം. അതേപോലെ വീഞ്ഞോ മറ്റ് ലഹരിയോ ഉപയോഗിക്കാൻ പാടില്ല. കേൾക്കുന്നുണ്ടോ? വീഞ്ഞോ മറ്റ് ലഹരി
പദാർത്ഥങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഉപയോഗിക്കാൻ പാടില്ല. സ്തോത്രം. ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, അത് പ്രസംഗിക്കുന്നവര് മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാ. നമ്മളിൽ എല്ലാവരിലും ഓരോ ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. ചിലപ്പോ പ്രാർത്ഥിക്കാനായിരിക്കും, ചിലപ്പോ പാടാനായിരിക്കും, ഹല്ലേലൂയ സ്തോത്രം, പ്രസംഗിക്കാനായിരിക്കും, സുവിശേഷം പറയാനായിരിക്കും, അല്ലേ? ദൈവം നമ്മളിൽ എല്ലാം ശുശ്രൂഷ തന്നിട്ടുണ്ട്. തിരഞ്ഞെടുത്തിട്ടുണ്ടോ? എല്ലാവരുടെ മേലും ഒരു ശുശ്രൂഷയുണ്ട്. ഉണ്ട്. നമ്മുടെ പ്രശ്നമല്ല, ഇതുവരെ തിരിച്ചറിയാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്തോത്രം. കർത്താവ് വന്നാലും ഈ ഇരിപ്പ് നമ്മൾ ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കർത്താവ് തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ ഇതുവരെ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താന്ന് ചിലർക്കറിയാം, ചിലർക്ക് എന്ത് ചെയ്യാം, അറിയാം, പക്ഷെ വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? ഇത് നിർത്തി നിർത്തി പ്രസംഗിക്കാനാണ് ഒത്തിരി പറയാനുണ്ട്. അപ്പൊ വീഞ്ഞോ മറ്റു ലഹരികളോ എന്ത് ചെയ്യരുത്. തെരഞ്ഞെടുക്കപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷയുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. സ്തോത്രം. ഇനി അഹരോന്റെ വംശത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും അംഗവൈകല്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ അവൻ ആ ശുശ്രൂഷ ചെയ്യാൻ പാടുള്ളതല്ല. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അഹരോന്റെ വംശത്തിൽപ്പെട്ട ആള് തന്നെയാണെന്ന് ഇരിക്കട്ടെ, പക്ഷെ അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, ശാരീരികമായ എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ അവൻ ദൈവാലയത്തിന്റെ അകത്ത് വന്ന് ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. സ്തോത്രം. കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഇപ്പൊ എല്ലാവർക്കും വളരെ പ്രയാസമാണ്, അല്ലേ? അല്ലേ? സ്തോത്രം. 3 മക്കൾ ഉണ്ടെന്നിരിക്കട്ടെ, 3 മക്കൾ ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊന്നിന് എന്തെങ്കിലും ശാരീരിക വൈകല്യം ഉണ്ടെന്നിരിക്കട്ടെ, അപ്പനും അമ്മ ഒറ്റ പറച്ചില്ല, കർത്താവെ ഇവനെ ഞാൻ നിനക്ക് തരും. നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ദൂത് എടുക്കണ്ടെന്നേ, വിട്ടുകളാ, പറഞ്ഞവരെടുത്തോളൂ. ഇവനെ, ബാക്കി 2 ഒരു കുഴപ്പമില്ല ഇരിക്കുക, അതിനെ എവിടെ വിടണം? എഞ്ചിനീയറിന് വിടണം, നേഴ്സിങ്ങിന് വിടണം, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? വല്ല മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ 3ഉം 4ഉം തലമുറയുള്ളവർ, ഒറ്റ തലമുറയുള്ളവരൊക്കെ കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി കൊടുത്ത്, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുന്ന അപ്പനും അമ്മയുണ്ട്. സ്തോത്രം ചെയ്യുക, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളുടെ നേരത്തെ ഇരുന്ന കർത്താവിന്റെ ദാസൻ ഒരു സാക്ഷ്യം പറഞ്ഞതുപോലെ, സ്തോത്രം, ഒരമ്മച്ചിക്ക് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കോഴിക്കുഞ്ഞുങ്ങൾ. അതിലൊരു കോഴിക്കുഞ്ഞിന് എന്തുണ്ട്? ഒരു കാല് ഇല്ല, ഒരു കാലേ ഉള്ളൂ. സ്തോത്രം. അമ്മച്ചി നേരത്തെ പറഞ്ഞ ദശാംശം എന്ത് ചെയ്യാം? ദശാംശം കൊടുക്കാം, ദശാംശം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശം 9 or 10 കോഴിക്കുഞ്ഞെ കണ്ടുണ്ടായി. അതിലൊരെണ്ണത്തിന് എന്തില്ല? ഒരു കാല് ഇല്ല. അമ്മച്ചി അത് തന്നെ എന്ത് ചെയ്തു? പാസിന് എന്ത് ചെയ്യാം? ഒരു കാലുള്ള ആലയത്തിൽ കൊണ്ടുപോയി ഒരു കാലുള്ള കോഴിക്കുഞ്ഞിനെ എന്ത് ചെയ്തു? ആലയത്തിൽ കൊണ്ടുപോയി കൊടുത്തു. സ്തോത്രം. എന്നാൽ തിരിച്ചു വന്നു,
ചില ദിവസം കഴിഞ്ഞപ്പോ ആ 9 ചത്തുപോയി. 9 ചത്തുപോയി. അമ്മച്ചിക്ക് ഭയങ്കര പ്രയാസം. അമ്മച്ചിക്ക് എന്നെ ബോധ്യപ്പെട്ടു, ദൈവത്തിന് കൊടുക്കേണ്ടത് നല്ലതിനെ കൊടുക്കാതിരുന്നപ്പോ നല്ലതിനെയെല്ലാം ഞാൻ എന്ത് ചെയ്തു, എടുത്തു. എന്നിട്ട് കൊള്ളാത്തതിനെ എവിടെ കൊടുത്തു? ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുപോയി കൊടുത്തു. എന്തോ സംഭവിച്ചു? കൊള്ളുന്ന 9 ചത്തുപോയി. മനസ്സിലാകുന്നുണ്ടോ? അഹരോന്റെ വംശത്തിൽപ്പെട്ടതാണെങ്കിലും ഗോത്രത്തിൽപ്പെട്ടതാണെങ്കിലും സ്തോത്ര ഹല്ലേലൂയ, അഹരോന്റെ വംശത്തിൽപ്പെട്ടതാണെങ്കിലും വൈകല്യമുണ്ടെങ്കിൽ ദൈവാലയത്തിന്റെ അകത്ത് ശുശ്രൂഷയ്ക്ക് എടുക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? അതാണ് പൗരോഹിത്യ മര്യാദയുടെ മറ്റൊരു വശം. ഇനിയും ക്ഷണവസ്ത്രം എന്ത് ചെയ്യണം? ധരിക്കണം. ഹല്ലേലൂയ. ക്ഷണവസ്ത്രം, അതിന്റെ ഇംഗ്ലീഷിൽ ലിനൻ. സ്തോത്രം. ലിനൻ എന്ന് പറയും, ലിനൻ കുപ്പായം, പ്രത്യേക കുപ്പായം, തലപ്പാവ്, നടുക്കെട്ട് എന്നിവ എന്ത് ചെയ്യണം? ധരിക്കണം. സ്തോത്രം. അപ്പൊ പൗരോഹിത്യ ശുശ്രൂഷ അല്ലെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവൻ അവന് തോന്നുന്ന ഡ്രസ്സ് ധരിച്ചല്ല പോകുന്നേ. അതിന് പ്രത്യേക ഡ്രസ്സിന്റെ ക്രമം വരെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കുപ്പായം, തലപ്പാവ്, നടുക്കെട്ട്, ഇതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും എന്റെ ദൂതല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. എന്തെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാമല്ലോ. ഇതിനൊക്കെ ഓരോ ആശയങ്ങളുണ്ട്, ആത്മീയ വെളിപ്പാടുണ്ട് ഈ ഓരോ കുപ്പായത്തിന്. സ്തോത്ര ഹല്ലേലൂയ. കുപ്പായത്തിന്, തലപ്പാവിന്, നടുക്കെട്ടിനൊക്കെ ഓരോരോ ആത്മീയ അർത്ഥങ്ങളുണ്ട്. സ്തോത്രം. ദൂതിലേക്ക് വരേണ്ടത് കൊണ്ട് ഞാൻ ഇത് പറഞ്ഞാൽ ദൂത് മാറിപ്പോകും. അതുകൊണ്ടാണ്. സ്തോത്രം. അപ്പോ പൗരോഹിത്യ ശുശ്രൂഷ, പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? അവർക്ക് പ്രത്യേക വസ്ത്രം ധരിക്കണം. ഇന്ന് ഉപദേശിയാണോ അല്ലേ? ആരാണെന്ന് മനസ്സിലാകാത്ത വിധത്തിലാ പലരുടെ അല്ലേ? ഞാന് ഒരിക്കൽ കണ്ടൊരു സംഭവം. ഒരു കൺവെൻഷന് അദ്ദേഹം പ്രസംഗിച്ചു, പേരൊന്നും പറയുന്നില്ല. കൺവെൻഷന് പ്രസംഗിച്ചപ്പോ വെള്ള ഷർട്ട്, ഫുൾ കൈ കൊത്തി ഇൻ ചെയ്ത് എന്ത് ചെയ്യാ? പ്രസംഗിക്കുക. സ്തോത്രം. പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ ചർച്ചിൽ മറ്റൊരു വീഡിയോ കണ്ടു. ആ വീഡിയോക്കകത്ത് ഒരു ബെന്നിനിട്ട്, വീട്ടിൽ ഇടുന്നത് പോലത്തെ ഒരു ബെന്നിന് വിട്ട് ഒരു പാന്റ് വിട്ടാ പ്രസംഗിക്കുന്നത്. അപ്പൊ കൺവെൻഷന് വന്നപ്പോ വെള്ള ഷർട്ടിട്ട് കറുത്ത പാന്റൊക്കെ ടിൻ ചെയ്ത് കൈയൊക്കെ കുത്തി എന്ത് ചെയ്തു? ആ ഒരു രീതിയിൽ പ്രസംഗിച്ചു. ചർച്ചിലെ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് അതൊരു ഫാസ്റ്റിംഗ് പ്രേയറിനെ കാട്ടാൻ തോന്നുന്നു എനിക്ക്. വീട്ടിൽ ഇടുന്നത് പോലത്തെ ഒരു ബെന്യനും ഒരു പാന്റ് വിട്ട് എന്ത് ചെയ്യുക? പ്രസംഗിക്കുക. എന്നാ പിന്നെ കൺവെൻഷൻ വന്നപ്പോ അതിട്ടാ പോലെ എന്തിനാ മാറ്റി? കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നപ്പോ എന്തിനാ അത് മാറ്റി? ചർച്ചിൽ പ്രസംഗിക്കുമ്പോ ഒരു വേഷവിധാനം, കൺവെൻഷനിൽ എന്ന് പ്രസംഗിക്കുമ്പോ വേറൊരു. സ്തോത്രം. അവിടെ ചെന്ന് ഞാൻ കേട്ടതില്ല ഈ പരിപാടി. അപ്പച്ചന്മാരും ഉപദേശിമാരും പറയും ഇറങ്ങി പോടാന്ന് പറയും. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വേഷവിധാനങ്ങളൊക്കെ നീറ്റായിരിക്കണം. ആരും എന്ത് ചെയ്യരുത്? ഒരു കുറ്റം പറയാം, അവസരം എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. കുറ്റം പറയാൻ അവസരം കൊടുക്കരുത്.
സ്തോത്രം. അതുകൊണ്ട് വീട്ടിലായിരിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഇത് പറയണമെന്നൊന്നും വിചാരിച്ചില്ല, അങ്ങ് ദൈവം തരിക പറയേ. പുറത്തിറങ്ങുമ്പോഴും വെറുതെ ദൈവത്തെ എന്ത് ചെയ്യരുത്, പറയിപ്പിക്കരുത്. സ്തോത്രം. എവിടെ ആയിരുന്നാലും നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം. വേഷവിധാനങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എല്ലാവർക്കും ഇത് ദഹിക്കത്തില്ലെന്ന് എനിക്കറിയാൻ സാരമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പഠിപ്പിക്കുക. അവസാനം ഒരു ദൂതുണ്ട്, ആഗ്രഹമുണ്ട്, പ്രാപിച്ചോ. സ്തോത്രം. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാനസാന്തരപ്പെട്ടോണം. സ്തോത്രം. കർത്താവേ, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ വളരെ ഡീസന്റ് ആണ്, പുറത്തിറങ്ങുമ്പോ അങ്ങനല്ല. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, തിരുത്തുന്നു. നല്ല കാര്യം, അതൊരു വിടുതലാണ്. ഉദാഹരണം പറയാൻ ഒത്തിരി ഉണ്ട്, ഞാൻ പറയുന്നു. ഇനി അടുത്ത കാര്യം, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത വിവാഹ ജീവിതം മോശമായ ഒരു സ്ത്രീയെയോ അതേപോലെ വിവാഹമോചനം ചെയ്ത ഒരു സ്ത്രീയെയോ വിവാഹം കഴിക്കാൻ പാടില്ല. ശക്തമായ പൗരോഹിത്യ മര്യാദയുടെ ഒരു ക്രമമാണ്. മോശമായ ഒരു സ്ത്രീയെയോ വിവാഹമോചനം ചെയ്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ എന്ത് ചെയ്യരുത്, വിവാഹം കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ലൂക്കോസ് 1:5 എന്താ എഴുതിയത്? ലൂക്കോസ് 1:5 ഹെരോദാവിന്റെ കാലത്ത് അബിയാകൂരിൽ സെഖര്യാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം, അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ. എടുത്തെഴുതാനുള്ള കാര്യം ഇതാ, പൗരോഹിത്യ മര്യാദ എന്ന പദം അടുത്തത് ലൂക്കോസ് എഴുതാൻ പോവുക. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വാക്യങ്ങളിൽ പൗരോഹിത്യ മര്യാദ എന്ന പദത്തെ ലൂക്കോസ് വെളിപ്പെടുത്താൻ പോവുകയാണ്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ലൂക്കോസ് എടുത്തു പറയുകയാണ്, അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു, അവൾക്ക് എലിസബത്ത് എന്ന പേര്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പം സെഖര്യാവ് എന്ന പുരോഹിതൻ വിവാഹം കഴിച്ചിരിക്കുന്ന എലിസബത്ത് അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയാണ്. സ്തോത്രം. ഇതെടുത്തു പറയാൻ കാര്യമല്ല, പൗരോഹിത്യ മര്യാദയെ കുറിച്ച് പറയാൻ പോവുക. അതിൻ്റെ അകത്ത് പെടുന്നതാ ഇത്. അതുകൊണ്ടാണ് എലിസബത്തിന്റെ കാര്യം എടുത്ത് ലൂക്കോസ് എഴുതിയത്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പം ഇതാണ് പൗരോഹിത്യ മര്യാദ എന്ന് പറയുന്നത്. അപ്പൊ ഊറിന്റെ ക്രമപ്രകാരവും പൗരോഹിത്യ മര്യാദ പ്രകാരവും എന്ത് സംഭവിച്ചു? ധൂപം കാട്ടാൻ സെഖര്യാവിന് അവസരം ലഭിച്ചു. രാമൻ പറഞ്ഞു. ഇനി ഞാൻ എന്റെ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് വരിക. ധൂപം കാട്ടാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഓഫ് ചെയ്ത് വെച്ചു. സ്തോത്രം. എന്താണ് ധൂപം? ധൂപം എന്ന് പറഞ്ഞാൽ എന്ത്? ധൂപം എന്ന് പറഞ്ഞാൽ കത്തിക്കുമ്പോൾ അതീവ സുഗന്ധമുള്ള പുക പുറപ്പെടുവിക്കുന്ന സുഗന്ധ ദ്രവ്യങ്ങളുടെ കൂട്ടമാണ് ധൂപം എന്ന് പറയുന്നത്. ഒരു സുഗന്ധ ദ്രവ്യങ്ങളുടെ ഇത് കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? സുഗന്ധമായ മണമുള്ള പുക ഉയരും. സ്തോത്രം. ഇതുണ്ടാക്കുന്ന വിധം പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 30-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് നഗപ്പൂവ് എന്ന് പറയുന്നത്. നഗപ്പൂവ്. സ്തോത്രം. ഞാൻ ഈ ചരിത്രം കൂടെ ചേർത്ത് വെച്ചാണ് ഇത് പറയുന്നത്. സ്തോത്രം. നഗപ്പൂവ് എന്ന് വെച്ചാൽ മരങ്ങളിൽ നിന്ന് സ്വാഭാവികമായി ഒലിച്ചിറങ്ങുന്ന, മരങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഒരു തരം സുഗന്ധക്കറ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സുഗന്ധക്കറ. രണ്ട് കുന്തിരിക്കമാണ്. സ്തോത്രം. അത് ഉണങ്ങിയെടുക്കുന്ന സുഗന്ധമുള്ള പശയാണ്. ഉണങ്ങിയെടുക്കുന്ന സുഗന്ധമുള്ള പശ. 3 കൽനകമാണ്. കൽനകം അത് കടൽ ജീവികളുടെ
തോടിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു ചേരുവയാണ്. സ്തോത്രം. കടൽ ജീവികളുടെ തോടിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു ചേരുവ. 4 പെരിങ്കായ അല്ലെങ്കിൽ ഗൽബാനോ എന്ന് പറയും. ഇത് പ്രത്യേക സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന സുഗന്ധദ്രവ്യമാണ്. സ്തോത്രം. ഇത് 4 കൂടെ ചേർത്ത് ഏതാ? സ്തോത്രം. മരങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ഒരു തരം സുഗന്ധക്കറ, ഉണക്കിയെടുത്ത സുഗന്ധമുള്ള പശ, കടൽ ജീവിയുടെ തോടിൽ നിന്ന് ശുദ്ധീകരിച്ചെടുത്ത ചേരുവ. സ്തോത്രം. പ്രത്യേക സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന സുഗന്ധദ്രവ്യം. ഇത് 4 കൂടെ ചേർത്തെടുത്ത് അതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്ത്. ഉപ്പ് കാണിക്കുന്നത് വിശുദ്ധിയാണ്. വിശുദ്ധി. ഇതൊക്കെ പറയാൻ പോയ ഒരുപാട് കാര്യമുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. ഓരോന്നിനും ഓരോ ആത്മീയ അർത്ഥമുണ്ട്. ഇതിനെ ചേർത്തുണ്ടാക്കുന്ന കൂട്ടം, അതാണ് സുഗന്ധവർഗ കൂട്ടം എന്ന് പറയുന്നത്. സ്തോത്രം. ഇനിയും നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ വരാം. വന്നിട്ട് ദൂതിലേക്ക് വരിക. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഈ പവിത്രമായ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യാൻ ദൈവത്തിന്റെ കൃപയാൽ 8ാമത്തെ കൂറിൽ ഉള്ള സെഖര്യാവിനെ നറുക്കു വീണു. സ്തോത്രം. ഏറെ നാളുകളായി ആ മനുഷ്യൻ വേണമെങ്കിൽ പ്രാർത്ഥിച്ചു കാണും. കാരണം അദ്ദേഹത്തിന് പ്രായമുള്ള മനുഷ്യനാണ്. ഏറെ നാളുകളായി ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു കാണും. സ്തോത്രം. കാരണം ബൈബിൾ തന്നെ പറയുന്നുണ്ട്, അവർ പ്രായം ചെന്നവരാണെന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. ഏറെ നാളുകളായി ചിലപ്പോ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു കാണും, കർത്താവേ എനിക്കൊരു അവസരം എന്ന് വരും. ധൂപം കാട്ടി. സ്തോത്രം. അവസാനം ഹല്ലേലൂയ സെഖര്യാവിന് നറുക്കു വീണു. ഈ വീണ നറക്കിലൊക്കെ ഒരു വെളിപ്പാടുണ്ട് ദൈവമക്കളെ. ഇത് ചുമ്മാ ഇട്ട് അങ്ങനെ പേര് വീണതല്ല, അതിന്റെ പുറകിൽ ഒരു വെളിപ്പാടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. സ്തോത്രം. അപ്പൊ ധൂപം കാട്ടാൻ വേണ്ടി ഇപ്പോൾ ആരെ തെരഞ്ഞെടുത്തു? സെഖര്യാവിനെ തെരഞ്ഞെടുത്തു. ധൂപം കാട്ടുന്ന ആള് ചെയ്യുന്ന പ്രോസസ് എന്താണ്? എങ്ങനെയാണ് ധൂപം കാട്ടേണ്ടത്? ആ ശുശ്രൂഷ എന്താണ്? അതാണ് നിങ്ങളുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് എടുത്തു വെക്കണമെന്ന് എന്നോട് പറഞ്ഞ വെളിപ്പാട്. എങ്ങനെയാണ് ധൂപം കാട്ടുന്നത്? ആ ശുശ്രൂഷ എങ്ങനെയാണ് ചെയ്യുന്നത്? എവിടുന്ന് തുടങ്ങി എവിടുന്നാണ് അത് അവസാനിക്കുന്നത്? അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആത്മാവിന്റെ നിയോഗത്താൽ എടുത്തു വെക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിനെ വിവേചിച്ചു തരാം. സ്തോത്രം. ഹല്ലേലൂയ. ധൂപം കാട്ടുന്ന ശുശ്രൂഷയ്ക്ക് മുമ്പ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവാലയത്തിലെ താമ്രത്തൊട്ടിയിലെ വെള്ളം കൊണ്ട് ഹല്ലേലൂയ നറുക്കു വീണ പുരോഹിതൻ എന്ത് ചെയ്യണം? ശുദ്ധീകരണം പ്രാപിക്കണം. സ്തോത്രം. ദൈവത്താൽ നറുക്കിട്ട് തെരഞ്ഞെടുത്തു, മാറ്റി നിർത്തി. ധൂപം കാട്ടുന്നതിന് മുമ്പ് വിശുദ്ധ സ്ഥലത്താ ധൂപം കാട്ടേണ്ടത്. അപ്പൊ ധൂപം കാട്ടുന്നതിന് മുമ്പ് ദൈവാലയത്തിലെ താമ്രത്തൊട്ടിയിലെ വെള്ളത്തിന്റെ അകത്ത് അവനെ തന്നെ ശുദ്ധി ചെയ്യണം. സ്തോത്രം. സ്തോത്രം. ശേഷം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പുരോഹിത വസ്ത്രം ധരിക്കണം. പുരോഹിത വസ്ത്രം ധരിക്കണം. തന്നോടൊപ്പം മറ്റ് 2 പുരോഹിതന്മാരെ സഹായിയായി വേർതിരിക്കും. സ്തോത്രം. എന്ത് ചെയ്യും? തന്റെ സഹായിയായിട്ട് 2 പേരെ എന്ത് ചെയ്യും? വേർതിരിക്കും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പുറത്തെന്ത് ചെയ്യുക? ഹോമയാഗപീഠം എന്ത് ചെയ്യുക? നടക്കുക. സ്തോത്രം. ആ ഹോമയാഗപീഠത്തിൽ നിന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീക്കനൽ ഒരു സ്വർണ്ണ ചട്ടിയിൽ എടുക്കണം. സ്തോത്രം. ആ തീക്കനൽ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടൊക്കെ ഒരു വെളിപ്പാടുണ്ട്, ഞാൻ പുറകെ പറയാം. സ്തോത്രം. മറ്റൊരു സ്വർണ്ണ പാത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഞാൻ മുമ്പേ പറഞ്ഞ സുഗന്ധദ്രവ്യം എടുക്കണം. അപ്പൊ ഹോമയാഗപീഠത്തിൽ
കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ വേണം സ്വർണ്ണച്ചട്ടിയിൽ എന്ത് ചെയ്യാൻ, എടുക്കാൻ. അതെടുത്തിട്ട് സ്തോത്രം മറ്റൊരു സ്വർണ്ണ പാത്രത്തിൽ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സുഗന്ധദ്രവ്യം എന്ത് ചെയ്യണം, എടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എടുത്തിട്ട് ഈ 3 പുരോഹിതന്മാർ ഒരുമിച്ച് എന്ത് ചെയ്യും, അകത്തേക്ക് പ്രവേശിക്കും. എത്ര പേരുണ്ട് അകത്ത്? എത്ര പേരുണ്ട്? 3 പേര് ഉണ്ട്. ഒന്നാമത്തെ ആള് ചെയ്യുന്നത്, സ്തോത്ര ഹല്ലേലൂയ, അദ്ദേഹം ഒന്നാം ചെയ്യുന്നത് ധൂപപീഠത്തിൽ കിടക്കുന്ന, എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ധൂപപീഠം കാട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പം അതിന്റെ ചാരവും അതിന്റെ അവശിഷ്ടങ്ങളും എന്ത് ചെയ്യും, അവിടെ കിടക്കും. സ്തോത്രം. അപ്പൊ ഒന്നാമത് സഹായിയായി കയറുന്ന പുരോഹിതൻ എന്ത് ചെയ്യണം, ഇതിനെ നീക്കം ചെയ്യണം. എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യണം. ആ ഇടം എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം, ക്ലീൻ ആക്കണം, ക്ലിയർ ചെയ്യണം. സ്തോത്രം. രണ്ടാമത്തെ സഹായിയായിരിക്കുന്ന പുരോഹിതൻ എന്ത് ചെയ്യും, പുറത്തു നിന്ന് കൊണ്ടുവന്ന് എരിയുന്ന ആ കനൽ എന്ത് ചെയ്യും, ധൂപപീഠത്തിന്റെ മേൽ കൃത്യമായി നിരത്തിയിടും. സ്തോത്രം. കഥ പോലെ കേൾക്കരുത്. ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇമാജിൻ ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത്തെ സഹായി ആ ധൂപപീഠത്തിൽ കിടക്കുന്ന ചാരവും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. അദ്ദേഹം ചെയ്തു കഴിയുമ്പോൾ രണ്ടാമത്തെ ആള് ഹല്ലേലൂയ ഹോമയാഗപീഠത്തിൽ കത്തിക്കൊണ്ടിരുന്ന ആ കനൽ എടുത്തുകൊണ്ട് വന്ന് എന്ത് ചെയ്യും, ആ കൊണ്ടുവന്ന കനല് ഇതിന്റെ അകത്ത് എന്ത് ചെയ്യും, ഇടും. സ്തോത്രം. ഹല്ലേലൂയ. നിരത്തി വെക്കും. ഈ 2 സഹായം അവർ ചെയ്താൽ ഉടൻ വളരെ ആദരവോടെ ഭയഭക്തിയോടെ പുറകോട്ട് നടക്കും. തിരിഞ്ഞു നടക്കുകയല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യും, അവർ കേറിയതുപോലെ പുറകോട്ട് നടന്ന് അവൻ ആ റൂമിൽ നിന്ന് പുറത്തു പോകും. സ്തോത്രം. എന്ത് ചെയ്യും, പുറത്തു പോകും. അതിനുശേഷം ധൂപം കാട്ടാൻ നറുക്കു വീണ പുരോഹിതൻ മാത്രം ശേഷിക്കും. ആ ഭാഗമാണ് സെക്കറിയാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ മുറിക്കുള്ളിൽ പ്രധാന പുരോഹിതൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ധൂപപീഠത്തിൽ എന്തിയിട്ടുണ്ട്, തീക്കനൽ ഇട്ടിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. പ്രധാന പുരോഹിതൻ മാത്രം നിൽക്കുക. അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണ്ണ പാത്രത്തിൽ സുഗന്ധദ്രവ്യം. സ്തോത്രം. ഹല്ലേലൂയ. പുറത്തു നിന്ന് ജനക്കൂട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ധൂപം കാട്ടാൻ അകത്ത് പുരോഹിതൻ സുഗന്ധവർഗം തന്റെ കരത്തിൽ സ്വർണ്ണപാത്രത്തിൽ പിടിച്ചിരിക്കുക. പുറത്തു നിന്ന് ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവത്തോട്. ജനക്കൂട്ടത്തിന്റെ പ്രാർത്ഥന തുടങ്ങി എന്ന് പുരോഹിതനെ അറിയിക്കേണ്ടതിന് ഒരു കാഹളനാദം മുഴങ്ങുമ്പോൾ, ഒരു ശബ്ദം മുഴങ്ങുമ്പോൾ പുരോഹിതന് മനസ്സിലാകും ജനം പുറത്ത് പ്രാർത്ഥന തുടങ്ങി. ജനപ്പുറത്ത് പ്രാർത്ഥന തുടങ്ങി. ആ എരിയുന്ന കനലിലേക്ക് തന്റെ കരത്തിലിരിക്കുന്ന സ്വർണ്ണപാത്രത്തിലിരിക്കുന്ന ആ സുഗന്ധദ്രവ്യം ആ പുരോഹിതന കരത്തിലേക്ക് ഇടുവാനിടയായി. സ്തോത്രം. സുഗന്ധ പൊടി ആ പീഠത്തിന്റെ മേൽ എന്ത് ചെയ്യും, ആ കനല് വിതറിയിട്ടിരിക്കുന്ന കനലിലേക്ക് വീഴും. കനല് വീഴുന്ന സമയം ആ സുഗന്ധദ്രവ്യം ഉരുകി ഒരു വെള്ള പുക പോലെ പൊങ്ങി ആ മുറിക്കകത്ത് മുഴുവൻ സൗരഭ്യവാസന കൊണ്ട് നിറയും. സ്തോത്രം. 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 ഈ സൗരഭ്യവാസന സ്വർഗത്തിലേക്ക് എത്തും. സ്തോത്രം. 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 ഹല്ലേലൂയ. അപ്പൊ ഇതിങ്ങനെ പുകഞ്ഞു നിൽക്കുന്ന സമയത്ത്, സൗരഭ്യവാസന കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രധാന പുരോഹിതൻ എന്ത് ചെയ്തറിയാമോ, തന്റെ കൈകൾ സ്വർഗത്തിലേക്ക് മലർത്തി പിടിച്ചിട്ട് അല്ലെങ്കിൽ തന്റെ ജനത്തിന് വേണ്ടിയും തന്റെ കുടുംബത്തിന് വേണ്ടിയും ആ പ്രധാന പുരോഹിതൻ മധ്യസ്ഥതയടയ്ക്കും.
ആ പ്രധാന പുരോഹിതൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. തന്റെ കൈകൾ സ്വർഗത്തിലേക്ക് മലർത്തിപ്പിടിച്ച് ആ ഹല്ലേലൂയ പുകയുന്ന വെള്ളപ്പുക, സുഗന്ധം നിറഞ്ഞ പുകയ്ക്കകത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ പുറത്ത് പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടിയും തന്റെ കുടുംബത്തിനു വേണ്ടിയും ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കും. സ്തോത്രം, സ്തോത്രം. മധ്യസ്ഥത അടച്ചു കഴിയുമ്പോൾ, ശുശ്രൂഷ പൂർത്തിയായി കഴിയുമ്പോൾ ഈ ജനം നോക്കി നിൽക്കുക. എന്തിനാണെന്നറിയാമോ? പുരോഹിതൻ ഇറങ്ങി വരുന്നത് കാണാൻ. സ്തോത്രം. പുരോഹിതൻ ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങി വന്ന് ആ കരം കൊണ്ട്, ഏതാ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മലർത്തിയ ആ കരം നീട്ടി ഈ ജനത്തിനെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് ധൂപം കാട്ടുന്ന ശുശ്രൂഷ അവസാനിക്കുന്നത്. ഇതിനെയാണ് ധൂപം കാട്ടുന്നത് എന്ന് പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായത് വിശ്വസിക്കുന്നു. ഇനി ഞാൻ ദൂതിലേക്ക് വരികയാണ്. വളരെ പ്രാർത്ഥനയോടെ യുവക്കൾ ഇരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹോമയാഗപീഠത്തിന്റെ മേൽ കത്തിക്കൊണ്ടിരുന്ന കനൽ എന്ത് ചെയ്തു? എടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ അകത്ത് വ്യവസ്ഥയുണ്ട്. മറ്റൊരു തീ എടുക്കാൻ പാടില്ല. സ്തോത്രം. മറ്റൊരു തീ, അഹരോന്റെ മക്കൾ മറ്റൊരു തീ എടുത്തത് കൊണ്ടാണ് അവർ മരണത്തിനിടയായി തീർന്നത്. ഇത് കുഞ്ഞുകളി കാര്യമല്ല. ഇത് കുഞ്ഞുകളി കാര്യമല്ല. ദൈവം തെരഞ്ഞെടുത്ത നിന്റെ ആത്മീയ ജീവിതം, ദൈവവുമായിട്ടുള്ള ബന്ധം കുഞ്ഞുകളി കാര്യമല്ല. അന്യ തീ എടുക്കരുത്. സ്തോത്രം. ദൈവാലയത്തിലെ വെള്ളത്തിലാണ് ശുദ്ധീകരണം നടക്കുന്നത്. ഹോമയാഗപീഠത്തിന്റെ മേൽ കത്തിക്കൊണ്ടിരിക്കുന്ന കനൽ വേണം എടുക്കാൻ. അന്യ തീ എടുക്കരുത്. അന്യ തീ എടുത്താൽ എടുക്കുന്നവൻ മരണപ്പെടും. തിരിച്ചു വരത്തില്ല, തിരിച്ചു വരത്തില്ല. അതാണ് അഹരോന്റെ മക്കൾക്ക് സംഭവിച്ചത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം ചെയ്യുക. അന്യതീ എന്ത് ചെയ്യരുത്? എടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സുഗന്ധദ്രവ്യം, ഈ ഉണ്ടാക്കുന്ന സുഗന്ധദ്രവ്യം ദൈവാലയത്തിലെ ആവശ്യത്തിനല്ലാതെ വീട്ടിൽ പോലും കൊണ്ടുപോകാൻ അനുവാദമില്ല. ദൈവാലയം ഈ ഉണ്ടാക്കുന്ന സുഗന്ധവർഗം ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ധൂപം കാട്ടുവാൻ ഉണ്ടാക്കിയ ഈ സുഗന്ധവർഗം ഹല്ലേലൂയ എല്ലാത്തിനും കൊണ്ടുപോകാനുള്ളതല്ല. അത് ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ സഖറിയാവിലേക്ക് വന്നേ. സഖറിയാവിലേക്ക് വന്നേ. സ്തോത്രം. സഖറിയാവ് ധൂപം കാട്ടാൻ കയറി. ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതല്ലേ വായിച്ചത്? ജനം പുറത്തെത്തിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സഖറിയാവ് ധൂപം കാട്ടാൻ അകത്ത് കയറി. ഇവർ നോക്കിയപ്പോ സഖറിയാവ് എത്തിയിരുന്നില്ല, വരുന്നില്ല. സഖറിയാവ് സാധാരണ ആ ശുശ്രൂഷ ചെയ്ത് തീർന്നു വരേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ഇവർക്ക് എന്തായി? ഭയമായി. ഇവർക്കെന്തായി? ഭയമായി. എടാ, ധൂപം കാട്ടാൻ കയറിപ്പോയ പ്രധാന പുരോഹിതൻ എന്ത് ചെയ്തില്ല? പുകയും മണമൊക്കെ ഉണ്ട്, പക്ഷെ പുരോഹിതനെ കാണാനില്ല. സ്തോത്രം. പുരോഹിതനെ കാണാനില്ല. ഇവിടെയാണ് ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥന എന്ന് പറയുന്ന അനുഭവം വെളിപ്പെടുന്നത്. എന്താ ധൂപം എന്ന് പറഞ്ഞാൽ? എന്താ ധൂപം? ധൂപം കാട്ടുക. ധൂപം എന്ന് പറഞ്ഞാൽ എന്താ? ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ച് അപ്പൊ മനസ്സിലാകും. 141 സങ്കീർത്തനം 2 വാക്യം ഒന്ന് വായിച്ചു. 141 സങ്കീർത്തനം 2 വാക്യം എടുത്തവര് വായിച്ചു. തിരുസന്നിധിയിൽ ധൂപമായും. മതി. അപ്പൊ ധൂപം എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രാർത്ഥന. മനസ്സിലാകുന്നുണ്ടോ? ധൂപം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഹല്ലേലൂയ, സ്തോത്രം. അതിനെ പൊരുള് തിരിച്ചു പഠിക്കുമ്പോൾ പ്രാർത്ഥനയാണ്. എന്റെ പ്രാർത്ഥന ധൂപമായി. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ധൂപം കാട്ടുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് അവിടെ വെളിപ്പാടെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിൽ ഉണ്ടാക്കിയ സുഗന്ധദ്രവ്യം എരിയുന്ന കനലിലേക്ക് ഇടുകയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തെ പ്രാർത്ഥന നമ്മൾ ദൈവ സന്നിധിയിലേക്ക് വെക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗീയ തലത്തിലേക്ക് എത്തപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്. സ്തോത്രം, സ്തോത്രം. ഈ ദൂത് ആർക്കുള്ളതാണെന്നറിയാമോ? ഈ ദൂത് പ്രാർത്ഥിക്കുന്നവർക്കുള്ള ദൂത. ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? മനസ്സ് തകർന്നവർ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? പ്രാർത്ഥനാ ജീവിതമുണ്ടോ? അവർക്കുള്ള ദൂതാണിത്. ചൂടാര ശബ്ദന അർത്ഥന ഇവര് നോക്കിയപ്പോൾ പ്രധാന പുരോഹിതൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. അല്ലെങ്കിൽ ജനത്തിന് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അവർക്കൊരു അതിന് ആവലാതി അകത്തുണ്ട്. എന്തോ അകത്ത് സംഭവിക്കുന്നു, എന്തോ അകത്ത് സംഭവിക്കുന്നു. എന്തോ അകത്ത് സംഭവിക്കുന്നുണ്ട്. സ്തോത്രം. എന്തോ അകത്ത് സംഭവിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രധാന പുരോഹിതൻ ഇറങ്ങി വരേണ്ട സമയം കഴിഞ്ഞു. പ്രധാന പുരോഹിതൻ ഇറങ്ങി വരുന്നില്ല. അകത്ത് എന്തോ സംഭവിക്കുന്നുണ്ട്. അകത്ത് ശുശ്രൂഷയ്ക്കകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ധൂപം കാട്ടുന്നു, ശുശ്രൂഷയ്ക്കകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സ്വോത്രം, 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 സ്വോത്രം. ഇന്നലെ വരെ നടക്കാത്ത, ഇന്നലെ വരെ പ്രാർത്ഥനയിൽ നടക്കാത്ത, ഇന്നലെ വരെ ശുശ്രൂഷയിൽ നടക്കാത്ത എന്തോ നടക്കുന്നു. ഓ, വെളിപ്പാട് മനസ്സിലായവർ, വെളിപ്പാട് മനസ്സിലായവർ, വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലായവർ. സ്വോത്രം, സ്വോത്രം. എനിക്ക് ഒത്തിരി വിശദീകരിച്ച് പറയണമെന്നുണ്ട്. പക്ഷെ ഈ സമയം ഒത്തിരി മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ ദൂതിലേക്ക് കയറിയത്. ഇതുവരെ ധൂപം കാട്ടിയതുപോലെയല്ല. അല്ലെ പുരോഹിതൻ ഇറങ്ങി വരുന്നില്ല. ആ ശുശ്രൂഷയ്ക്ക് അപ്പുറമായിട്ട് എന്തോ അകത്ത് സംഭവിക്കുന്നു. ഇതുവരെ ധൂപം കാട്ടിയ ശുശ്രൂഷ പോലല്ല, ധൂപം കാട്ടിയതുപോലെ അല്ല. സെഖരിയാവ് കേറി ധൂപം കാട്ടിയപ്പോൾ അകത്ത് മറ്റെന്തോ സംഭവിക്കുന്നു. പക്ഷെ ജനത്തിന് എന്താണെന്ന് അറിയത്തില്ല. പുറത്തുള്ള ജനത്തിന് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അകത്തെന്തോ സംഭവിക്കുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു വെളിപ്പാട് ഞാൻ പറയാം. ഇന്നത്തെ പലരുടെ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന ജീവിതം ഇതുവരെ ശുശ്രൂഷ അനുഭവിച്ചതും ഉറപ്പുള്ളവർ, 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 വചനത്തിന്റെ വെളിപ്പാട് അകത്തുകയറിയവർ, പ്രാർത്ഥനാ ജീവിതമുള്ളവർ, പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ഹൃദയം ഉരുകി മനസ്സ് തകർന്ന് പ്രാർത്ഥിക്കുന്നവർ. എന്തോ അകത്ത് സംഭവിക്കുന്നു. ഇവരെ വെയിറ്റ് ചെയ്യുക. എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? പ്രധാന പുരോഹിതൻ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മലർത്തിയ കൈകൾ ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ത് ചെയ്യണം? കേൾക്കാനും അത് സ്വീകരിക്കാനും വേണ്ടി ഇവര് നിൽക്കുമ്പോൾ ഒരു ഊമനായിട്ടാണ് പുരോഹിതൻ ഇറങ്ങി വരുന്നത്. സംസാര ശേഷിയുള്ളവനായിട്ട് കയറിപ്പോയിട്ട് ഒരു ഊമനായിട്ടാണ് പുരോഹിതൻ ഇറങ്ങി വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? മനസ്സിലാകുന്നുണ്ടോ? എന്താ അകത്ത് സംഭവിച്ചേ? എന്താ അകത്ത് സംഭവിച്ചേ? അകത്തെന്തുവാ സംഭവിച്ചേ?
അകത്തെന്തുവാ സംഭവിച്ചേ? അപ്പോൾ കർത്താവിന്റെ ദൂതൻ ആ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് മതി. സ്തോത്രം. എന്തു അകത്ത് സംഭവിച്ചേ? നിങ്ങൾ വായിക്കാത്ത ഭാഗമാണ്. എന്തു അകത്ത് സംഭവിച്ചേ? ധൂപം കാട്ടാൻ സക്കറിയ പുരോഹിതൻ അകത്ത് കയറി ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശുശ്രൂഷയുടെ ഹല്ലേലൂയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം, അകത്ത് എന്താ സംഭവിച്ചേ? സ്തോത്രം. ദൈവത്തിന്റെ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു. എങ്ങനെ ഇറങ്ങി വന്നു? പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് ഇറങ്ങി വന്നു. പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് ഇറങ്ങി വന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് ദൂതൻ ഇറങ്ങി വന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇനി എന്റെ ചോദ്യം, സക്കറിയാവിന് നറുക്കു വീണത് ആബദ്ധവശ വീണതല്ല. സക്കറിയാവിന് നറുക്കു വീണത് അബദ്ധവശ വീണതല്ല. അവന്റെ പ്രാർത്ഥനയുടെ മറുപടി അവനോട് ഒറ്റയ്ക്ക് കൈമാറാൻ എന്റെ ദൈവം ആഗ്രഹിച്ചിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അത്രയും നാളും സക്കറിയാവും എലിസബത്തും പ്രാർത്ഥിച്ചിട്ട് ഇടപെടാത്ത ദൈവത്തിന്റെ ദൂതൻ ധൂപം കാട്ടാൻ സക്കറിയാവ് കേറിയ സമയത്ത് അതിന്റെ അകത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സഹായമുള്ള 2 പുരോഹിതന്മാർ അങ്ങനെ ഇറങ്ങുന്നത് വരെ ദൂതൻ അവിടെ ഇറങ്ങി വന്നില്ല. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി തരട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. 2 സഹായികൾ നിന്നപ്പോൾ ദൂതൻ ഇറങ്ങിയില്ല. അവരും പോയതിനു ശേഷം ഹല്ലേലൂയ ഹല്ലേലൂയ താനെ ഏൽപ്പിച്ച ശുശ്രൂഷ താൻ അവിടെ ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ഗബ്രിയേലിനോട് ദൈവം പറഞ്ഞു, നീ സക്കറിയാവിന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുക. എന്നിട്ട് അവരോട് നീ പറയണം, ഇന്നലെ നീ പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്നത്തെ ശുശ്രൂഷ ചരിത്രം ആത്മാവെന്നോട് പറയുന്നു, വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവരിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥന ഉള്ളവരിനകത്തുണ്ടെങ്കിൽ ഇവരെ പ്രാർത്ഥിച്ചവരിനകത്തുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ കടത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് കൈമാറുന്ന ഫലം Yes, yes. അതിന്റെ അകത്ത് ലഭ്യം ജീവിതത്തിലെ സമർപ്പിക്കാൻ ഇവിടുന്ന് വെളിപ്പെടുന്ന ആരാധന, ഇവിടുന്ന് വെളിപ്പെടുന്ന ആരാധന, ഇവിടുന്ന് വെളിപ്പെടുന്ന പ്രാർത്ഥന, ഇവയെ കടമുള്ള പ്രാർത്ഥന, പണ്ട് തലകിയുള്ള പ്രാർത്ഥന, ഇന്ന് കടന്ന പ്രാർത്ഥന, ഇന്ന് സ്വർഗ്ഗത്തിൽ നിൽക്കുന്നു. ശുദ്ധിയാകേണ്ട വേദനകൾ ശുദ്ധിയാകട്ടെ. ശുദ്ധിയാകേണ്ട വേഗങ്ങൾ ശുദ്ധിയാകട്ടെ.
അന്യതീയല്ല, അന്യതീയല്ല. യാഗപീഠത്തിങ്കൽ കത്തുന്ന തീ, കത്തുന്ന തീ, കത്തുന്ന തീ. എന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ തുറന്നു. സുഗന്ധം കെട്ടിയ ഉരുകുന്നത് കൊണ്ട്, സുഗന്ധം കെട്ടിയ ഉരുകുന്നത് കൊണ്ട്. പ്രാർത്ഥിക്കാൻ ഭാവിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രധാന പുരോഹിതൻ പുറത്തു വരാതിരുന്നപ്പോൾ ജഗത്തിൽ ആശ്ചര്യമുണ്ടായി. എന്തോ അവർക്ക് സംഭവിക്കുന്നത് വേറൊന്നുമല്ല, അവന്റെ പ്രാർത്ഥനയുടെ ഉജ്ജ്വല കൈ വന്നിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ പ്രാർത്ഥനയുടെ ഉജ്ജ്വല കൈ വന്നിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഉത്തരം കൈമാറുന്ന പകലായത്, പ്രാർത്ഥനയുടെ ഉത്തരം കൈമാറുന്ന പകലായത്. ഹൃദയം തകർന്നു, ഹൃദയം കുരുങ്ങി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർ, പ്രാപിക്കാൻ പ്രാപിക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരവുമായി, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരവുമായി ഇന്ന് മകൻ ദൂതൻ ഇറങ്ങി വരികയാണ്, ദൂതൻ ഇറങ്ങി വരികയാണ്. മറ്ററിയാവ് അല്ലേലിയ ധൂപണ്ടാക്കി തന്റെ കൈകൾ മലർത്തി പുറത്തുള്ള ജനത്തിന് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി, തന്റെ വിഷയവും ദൈവത്തിലേക്ക് കൊടുത്ത ദൂതൻ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞിട്ട് സർവശക്തനായ ദൈവം നീ അവൻ ഉത്തരം കൈമാറുമായി. പ്രാർത്ഥിക്കുക, ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഹൃദയം തുരികട്ടെ, മനസ്സുരികട്ടെ, പ്രാർത്ഥനാ വിഷയത്തെ ഇന്ന് സ്വർഗീയ തീ തൊടുകയാണ്. ഉടമനങ്ങളുടെ ഹൈതരാജന അതരമന നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവാത്മാവ് കർശനമായിട്ട് എന്നോട് ഇടപെട്ടു ഏൽപ്പിച്ചുകൊടുത്ത് പ്രാർത്ഥിച്ചോ. എന്നോട് ദൈവം പറയുന്നു, ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുന്ന ശുശ്രൂഷയാണ് ഈ പകൽ ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. ഉടമ രഗന ഗമന ജഗന ധനക അധുരമനക ധുരകമനക ജഗന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശു. പ്രാർത്ഥനയുടെ ഉത്തരം, പ്രാർത്ഥനയുടെ ഉത്തരം, പ്രാർത്ഥനയുടെ ഉത്തരം ഇന്ന് മകൻ ആത്മാവിൽ ഏറ്റെടുക്കാൻ, ആത്മാവിൽ ഏറ്റെടുക്കാൻ നിയോഗം കിട്ടുന്നവർ ഏറ്റെടുത്തോണം. ഉറക്കം തൂങ്ങിയിരിക്കുന്നവർ അങ്ങനെ ഇരുന്നോട്ടെ. അല്ലേലിയ സ്തോത്രം, അല്ലേലിയ അലസതയോടിരിക്കുന്നവർ അങ്ങനെ ഇരുന്നോട്ടെ. നിയോഗം നിന്റെ അകത്ത് കിട്ടുന്നുണ്ട്, നീ പ്രാപിച്ചോണം. അല്ലെങ്കിൽ എല്ലാവരും പ്രാപിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിയോഗമുള്ളവർ പ്രാപിച്ചോണം. എന്റെ പ്രാർത്ഥനയ്ക്ക് കൈമാറുന്ന ശുശ്രൂഷയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കുത്തരം, 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 പ്രാർത്ഥനയ്ക്കുത്തരം. എരിയുന്ന കടലിൽ സുഗന്ധദ്രവ്യം വിട്ട് കൈകൾ സ്വർഗത്തിലേക്ക് മലർത്തി താൻ പ്രാർത്ഥിച്ചപ്പോൾ, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സ്വർഗപ്പോൾ പിതാവിന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ദൈവത്തിന്റെ ഇറങ്ങി വന്നു.
ഭാരത്ത് ദൂരത്തും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുകയാ. നിന്റെ ഭാഗ്യം, നിന്റെ ഭാഗ്യം, നിന്റെ എല്ലാ ഈ ദൈവത്തിന് നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുക. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോളാം. താഴ്ചക്കാരൻ ചിന്തിക്കരുത്. അങ്ങനെ വെറും കേൾക്കാട്ടോ ഇരിക്കുന്നു. അങ്ങനെ കാലത്തും ചിന്തത്തും എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. നിയോഗം കിട്ടുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ്. ആരാധനയുടെ ശക്തി, ആരാധനയുടെ ശക്തി, പ്രാർത്ഥനയുടെ ശക്തി കാലം വെളിപ്പെടുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം മറുപടിയുടെ കരം നീട്ടണം. മറുപടിയുടെ കരം നീട്ടണം. പ്രാർത്ഥന വിഷയത്തിനകത്ത് ഉത്തരമായി മാറണം. ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ഞങ്ങൾക്ക് വേണ്ടി ഉത്തരവുമായി ഇറങ്ങണമേ. 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 യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്കകത്ത് അശുദ്ധി മാറിപ്പോട്ടെ. പ്രാർത്ഥനയ്ക്കകത്ത് അശുദ്ധി മാറിപ്പോട്ടെ. പ്രാർത്ഥനയ്ക്കകത്ത് അശുദ്ധി ഇറങ്ങിപ്പോട്ടെ. ലോകത്തിന്റെ വസ്ത്രങ്ങൾ അഴിയട്ടെ. ലോകത്തിന്റെ വസ്ത്രങ്ങൾ അഴിയട്ടെ. ലോകത്തിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് നേർമീയ വസ്ത്രം ധരിക്കട്ടെ. പ്രാർത്ഥനയുടെ വസ്ത്രം ധരിക്കട്ടെ. പ്രാർത്ഥനയുടെ വസ്ത്രം ധരിക്കട്ടെ. ലോകത്തിന്റെ വസ്ത്രം അഴിഞ്ഞിട്ട് ലോകത്തിന്റെ വസ്ത്രം അഴിഞ്ഞു മാറട്ടെ. ജഗ ശുശ്രൂഷയുടെ പ്രാർത്ഥനയുടെ വസ്ത്രം ധരിക്കട്ടെ. വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കട്ടെ. ധീരപ്രവാചകന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് ഹല്ലേലൂയ ആ മേഖലകളെ കരം ചലിപ്പിക്കട്ടെ. കർത്താവേ കരം ചലിപ്പിക്കട്ടെ. കരം ചലിപ്പിക്കട്ടെ. സ്വർഗത്തിലേക്ക് എത്തുന്ന പ്രാർത്ഥന, സ്വർഗത്തിലേക്ക് എത്തുന്ന പ്രാർത്ഥന, സ്വർഗത്തിലേക്ക് എത്തുന്ന പ്രാർത്ഥന, സ്വർഗത്തിലേക്ക് എത്തുന്ന പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവേ അത് പ്രാപിച്ചെടുക്കട്ടെ. അതിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്താവ് സ്വീകരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകണം. എന്തുകൊണ്ടാ പുരോഹിതൻ
ഇറങ്ങി വരാൻ വൈകിയത്. ദൂതനുമായിട്ട് തന്റെ പ്രാർത്ഥനയുടെ ഉത്തര ദൂതൻ സക്കറിയാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം കൊടുക്കുന്ന ഉത്തരത്തിന്റെ ക്വാളിഫിക്കേഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അവന്റെ അകത്തെ ക്വാളിറ്റികൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത ഭാഗമാണല്ലോ, വായിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ധൂപം കാട്ടി ആ കൈകൾ മലർത്തി പ്രാർത്ഥിച്ചു പുറത്തിറങ്ങി ജനത്തെ ആശീർവദിക്കുന്ന ശുശ്രൂഷ കൊണ്ട് തീരുമ്പോൾ സക്കരിയാവ് കയറിയപ്പോ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. ദൂതൻ അവിടെ ഇറങ്ങി വന്നു. ദൂതൻ അവിടെ ഇറങ്ങി വന്നു. എന്നോട് ദൈവാത്മാവ് ഇടപെട്ട ഒരു ദൂത ഇന്ന് പകലത്തെ ഈ ശുശ്രൂഷയ്ക്കകത്ത് ഉത്തരവുമായി ദൂതൻ ഇറങ്ങും. എന്നോട് ദൈവം സംസാരിച്ചൊരു ഭാഗമാ. ഇന്ന് പകൽ ഈ നടക്കുന്ന ശുശ്രൂഷയ്ക്കകത്ത് ഇതൊരു വെറും പ്രസംഗമല്ല, ഇത് വെറും ഒരു പ്രസംഗമായിട്ട് തീരുകല്ല. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ അകത്ത് ഹല്ലേലൂയ, ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്ന് പറയത്തക്ക നിലയിൽ ദൈവം ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. സക്കറിയാവിന്റെ മോശ സമയത്തല്ല ദൂതൻ ഇറങ്ങിയത്, മറിച്ച് സക്കറിയാവിന്റെ ഏറ്റവും നല്ല സമയത്ത് ദൂതൻ. നമ്മുടെ പ്രാർത്ഥന തന്നെ, നമ്മുടെ പ്രാർത്ഥന, കർത്താവേ മോശ സമയമാ, ഒന്ന് നീ ഇറങ്ങണം, അല്ലേ? പക്ഷെ സക്കറിയാവിന്റെ ജീവിതത്തിലെ മോശ സമയത്തല്ല മറുപടിയുമായിട്ട് ദൂതൻ ഇറങ്ങി. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട, താൻ സ്വപ്നം കണ്ട ഒരു സമയത്ത് മറുപടിയായിട്ട് ദൂതൻ ഇറങ്ങി. എന്താ? ധൂപം കാട്ടാൻ നറുക്കു വീണ സമയത്ത്. ഇത് വെറുതെ വീണതല്ല, ഈ മറുപടി കൈമാറാൻ ദൈവം വീഴ്ത്തിയതാ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? ഇന്ന് പകൽ ഇത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണം കേട്ടോ. അല്ലെങ്കിൽ ആത്മാവിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. നിന്റെ സമയം അല്ലെങ്കിൽ മോശമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ ഭാരപ്പെടേണ്ട. ഒരു നല്ല സമയത്തേക്ക് നിന്നെ വേർതിരിച്ച് മാറ്റിയിട്ട് ദൈവം ചില ഉത്തരം നിനക്ക് കൈമാറുമെന്ന് വചനത്തിന്റെ വെളിപ്പാടിലൂടെ ഒരു പ്രവചന ദൂതിന്റെ മകൻ ഞാൻ വിളിച്ചു പറയുമ്പോൾ അത് ഉറപ്പുള്ളവർ മാത്രം ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തോണം. അങ്ങനെ നീതിക്കുന്ന സമയത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തിലേക്ക് അവൻ മാറ്റി നിർത്തിയിട്ട് അവൻ ചില ആത്മവിശ്വാസത്തോടെ കൈമാറുന്നു. ചിലരോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, തലയിലൊന്നും കൈവെക്കുന്നില്ല. സ്തോത്രം. പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ദൈവാത്മാവ് എന്നോട് ഇടപെടും. നിന്റെ മോശമായ സമയത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തിലേക്ക് ദൈവം ആക്കി വെച്ചിട്ട് ദൈവം നിനക്ക് ചില ഉത്തരങ്ങളെ തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മകൾ വെളിപ്പെടുത്തുക. എന്നോട് ദൈവം ഇടപെടുന്ന ചില ഉത്തരം മോശമായ സമയത്തല്ല ദൈവം തരാൻ പോകുന്നത്. മോശമായ സമയത്തിൽ നിന്ന് ഒരു നല്ല സമയത്തിലേക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് ദൈവം നിനക്ക് ചില ഉത്തരങ്ങളെ കൈമാറുമെന്ന് ഇന്ന് മകൾ ദൈവത്തിന്റെ ആത്മാവ് വചന വെളിപ്പാടിലൂടെ ഒരു പ്രവചന ഭൂമി കൈമാറുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ സൗന്ദര്യം, ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഇന്ന് പകൽക്കാലം സർവശക്തനാകുന്ന ദൈവം, സർവശക്തനാകുന്ന ദൈവം, സർവശക്തനാകുന്ന ദൈവം. ഹല്ലേലൂയ. എന്റെ സമയം മോശമാണല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലല്ലോ, ഞാൻ ആഗ്രഹിച്ചത് ലഭിക്കുന്നില്ലല്ലോ എന്ന് വ്യാകുലപ്പെടുന്ന നേരത്തല്ല ദൈവത്തിന്റെ മറുപടി അങ്ങനെ നിനക്ക് വേണ്ടി ഒരു നല്ല സമയം അവൻ വേർതിരിച്ചിട്ടുണ്ട്.
ഇന്ന് പകൽക്കാലം പുറത്തിറങ്ങിയ പുരോഹിതൻ തന്റെ കൈകൾ നീട്ടി സ്തോത്രം അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇവിടെ ജനത്തിനൊരു കാര്യം മനസ്സിലായി, അകത്ത് എന്തോ ഒന്ന് സംഭവിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ ശുശ്രൂഷയ്ക്കകത്ത് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്? അത് വേറൊന്നുമല്ല, പ്രാർത്ഥനയുടെ ഉത്തരവാണ്. പ്രാർത്ഥനയുടെ ഉത്തരവാണ്. പ്രാർത്ഥനയുടെ ഉത്തരമാണ്. ഒരു ധൂപം കാട്ടാൻ സുഗന്ധദ്രവ്യമായി അല്ലെങ്കിൽ ഒരു പുരോഹിതൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത് പോലെ ധൂപമെന്ന പ്രാർത്ഥന. പ്രാർത്ഥനയുമായിട്ട് നീ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അശുദ്ധിയോടെ ചെല്ലരുതേ, അശുദ്ധിയോടെ ചെല്ലരുതേ. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിന്റെ വസ്ത്രം അണിഞ്ഞ് ചെല്ലരുതേ. ഹല്ലേലൂയ സ്തോത്രം. നിന്നെ തന്നെ പൂർണ്ണമായി കനലിലേക്ക് സുഗന്ധദ്രവ്യം ഇടുന്നുടനെ അതിന്റെ അകത്തെ കുരുകി ചേർന്ന് ആ സുഗന്ധദ്രവ്യം പരക്കുന്നത് പോലെ നീ പ്രാർത്ഥനാ ജീവിതം, നിന്റെ പ്രാർത്ഥനാ വിഷയവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നീ അതുമായിട്ട് ചേർന്നലിയണം. നീ ചേർന്നലിഞ്ഞു കഴിയുമ്പോൾ നിന്റെ പ്രാർത്ഥനാ വിഷയം സ്വർഗത്തിലെത്തും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവം തന്റെ ദൂതനെ അയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, ദൈവം ചില ഉത്തരം നമുക്ക് തരും. കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ, ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചാട്ടെ.